കാര്യലാഭം, ധനയോഗം, ദാമ്പത്തിക സുഖം എല്ലാം കൂടെ ഒത്തിണങ്ങി പറഞ്ഞ ഒരു കണി കാണിച്ചു തരണേ ഈശ്വരാ. എന്റെ ഈ മാസവും പോയി കിട്ടി. എന്തരമ്മ രാവിലെ തന്നെ മൂടും കാണിച്ച് നിന്നോളണം മനുഷ്യന്റെ മൂടുകളെ. ഞാൻ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുകയല്ലായിരുന്നാ? എക്സസൈസ് കഴിഞ്ഞ അങ്ങേരതായിരുന്നു, ഇപ്രാവശ്യം നിന്റെ. അമ്മ ഒരു കാര്യം ചെയ്യും, ഒരു പ്രാവശ്യം കൂടെ കണ്ണു പൊത്തി വരി, ഞാൻ ഫ്രണ്ട് തിരിഞ്ഞിട്ടെ കൃഷ്ണനെ കിടക്ക് ഇങ്ങനെ നിൽക്കാം. ഒരു കൃഷ്ണൻ ഫ്രണ്ട് തിരിഞ്ഞതാ നിന്റെ തിരുമോന്തയിലേ ഞാൻ കാണാനുള്ളത്. അതിനെക്കാട്ടി നിന്റെ മൂട് കാണാനേ നല്ലത്. ഇനി ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, തിരിഞ്ഞൊന്നും ചെയ്യാം. ഹേ പ്രകൃതി, ഇന്നെങ്കിലും എനിക്കൊരു നല്ല കണി കാട്ടിത്തരണേ. കാക്കേ, നീ തുറരുത്, നല്ല ആനച്ചെന്നുമുള്ള കണിയായിരിക്കണേ ഭഗവാനേ. നിതംബം, ആനച്ചന്തം കാട്ടിത്തരാൻ പറഞ്ഞപ്പം ചന്തത്തിൽ വള്ളിയിട്ട് കാണിച്ചു തേക്കണം. എന്താ നിനക്ക് ഇവിടെ കിട്ടിയുള്ള എക്സസൈസ് ചെയ്യാൻ? നിന്റെ മൂട് കണ്ട് എന്റെ കണി കണിയായി. ഇത് ഭയങ്കര കഷ്ടമായില്ല? എന്റെ മൂട് കാണാൻ നിങ്ങൾ എല്ലാരും കൂടെ ക്യൂ നിക്കണം. എന്റെ ക്യൂ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ ഇവിടെ ഒന്നും ചെയ്യണില്ല, ഞാൻ പോണു. ഇവന്റെ മൂട് കണ്ട സ്ഥിതിക്ക് ഈ ദിവസത്തിന്റെ പോക്ക് എങ്ങനെയാണോ എന്തോ. അയ്യോ, ഉച്ചയിൽ തൂറാൻ വേണ്ടി കാക്ക നോക്കിയിരിക്കണം. നോക്കിയിരിക്കത്തോളോടാ. അയ്യോ, പട്ടി കാട്ടിപ്പിച്ച കുട്ടി. ഇതെന്തിനു മറിമായ? ഇതെന്റെ വീട് തന്നെ, മാറിയിട്ടൊന്നുമില്ല. എന്തൊക്കെ ഞാൻ ഈ കാണണേ? ഞാൻ വല്ല പാരലൽ യൂണിവേഴ്സിലാണോ എന്തോ. എടാ, നീ എന്നൊന്ന് നുള്ളിക്കാണ്. ഓ, പിച്ചി മാംസം എടുത്ത് പന്നി. രാവിലത്തെ പക പോക്കണല്ലോ നീ. സ്വപ്നമൊന്നുമല്ല. എടാ മക്കളെ ജിത്തു, നിനക്ക് എന്ത് പറ്റിയടാ? എനിക്കെന്ത് പറ്റാനമ്മ? ഞാൻ നോക്കിയപ്പോൾ വീടെല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നു, അതുകൊണ്ട് തൂത്ത് വൃത്തിയാക്കാമെന്ന് വെച്ചു. അമ്മ, നിങ്ങളൊരു പാട്ട് കേട്ടാ? ഇല്ലടാ, കേട്ടില്ല. കേട്ടില്ലേ? പക്ഷെ ഞാൻ കേട്ടല്ല. നിനക്ക് ഇത്രയും ദിവസം വൃത്തിയാക്കണ്ടായിരുന്നല്ല, ഇന്നെന്തൊരു പുതുമ? എനിക്കിത് ചെയ്യാൻ തോന്നി, ഞാൻ ചെയ്തു. എന്റെ പാവം ഇതൊക്കെ ചെയ്യാൻ ഒറ്റയ്ക്കേ ഉള്ളൂ നോർത്തപ്പം. My sweet son. എടാ, നീ ഒരു പാട്ട് കേട്ടാടാ? ഇല്ല. ഇല്ലേ, തോന്നിയതായിരിക്കും. മകളെ, നീ വർക്ക് കണ്ടിന്യൂ ചെയ്യട്ടാ. ഓ അമ്മ, ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അടിച്ചു നരിച്ച് കുളിയടാ, നാട്ടി മാറിക്കോളും. ഉള്ളത് തന്നെ. അച്ഛാ, ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. എന്നും കുളിച്ചില്ലടാ നീ? ഞാൻ കുളിച്ചാ, പൗഡറും അത്രക്കെ പൂശി നിക്കാണ്, പക്ഷെ നാറ്റം പോയിട്ടില്ല കേട്ടാ. അതല്ല അച്ഛാ, വേറെ എന്തോ നാറുന്നുണ്ട്. ഇനി എന്നെങ്ങാനും തന്നെ അങ്ങനെ വരാൻ വഴിയില്ലല്ല. കഴിഞ്ഞ കുളിച്ചാണല്ല. എന്നല്ല തെളിച്ചു പറയടാ. എന്റെ പുന്നാരനിയന് എന്തൊക്കെയോ വശപിശകുള്ളത് പോലെ അവന്റെ സ്വഭാവത്തിലും രീതികളിലും വല്ലാത്തൊരു മാറ്റം. അങ്ങനെ പറയാനുള്ള റീസൺ, മൂട്ടിൽ വെയിലടിച്ചിട്ട് കിടക്കപ്പായിന്ന് എണീക്കാത്തവൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് അമ്മയെ സഹായിക്കുന്നു, തൂക്കുന്നു, തുടയ്ക്കുന്നു, അലക്കണ്. ഇതിലെന്തോ നിഗൂഢത ഇല്ലേ? ഇതായിരുന്ന കാര്യം. എടാ, അവന് ബോധോദയം വന്ന് ഒരു വീട്ടിലെ ഗൃഹനാഥനാകാനുള്ള എല്ലാ യോഗ്യതയും അവനിപ്പോ ഉണ്ട്. നീ ഇങ്ങനെ കുഴിയനെ കുഴി എണ്ണി വൈമുളം നടന്നോ? കണ്ടാ, അവനെ പറ്റി എപ്പോഴും ഞാൻ പറഞ്ഞാലും ഒരു പാട്ട് കേൾക്കും. പാട്ടാ? പാട്ടല്ല, നിന്റെ പേട്ടത്തിലായിട്ട് ഒരു കൊട്ടുവരെ ഞാൻ. മക്കളെ എവിടെ പോണ്ടാ? അച്ഛാ, കൊറിയർ സർവീസിൽ ഒരു പാഴ്സൽ വന്ന് കിടക്കണം, അതെടുക്കാൻ പോണം. എന്തൊരു പാഴ്സല്? ഏത് പാഴ്സല്? നീ ഒന്നും പറഞ്ഞില്ലല്ല. അതെന്റെ ഫ്രണ്ട് സുഗതൻ UK കുറച്ച് ചിപ്സും അലുവ അയച്ച്, ആ പാഴ്സല്. ചിപ്സ് അലുവേ? ഇന്ന് കുറെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കയറും എനിക്ക്. UK എന്നുള്ള സുഗതന്റെ ചിച്ചു അലുവേ? അങ്ങോട്ടൊരു പൊരുത്തം പറഞ്ഞില്ലടാ. നീ പൊരുത്തപ്പെടണ്ട, ഞാൻ പൊരുത്തപ്പെട്ടോളാം.
അല്ലേ? അച്ഛാ പാട്ട് പാട്ട് കേക്കട്. മിണ്ടാരടാ, മിണ്ടായിരുന്നില്ലെങ്കിലേ പാട്ടിറങ്ങി നിന്റെ മണ്ട അടിച്ചോളാം ഞാൻ. ചെറുക്കനെ ഉളംപാറയെ കൊണ്ടാകാനുള്ള സമയം കഴിഞ്ഞു. അച്ഛാ ഞാൻ പോയിട്ട് വെട്ടാ. നീ പോയിട്ട് വിടാ മക്കളാ. ഓ അച്ഛാ. അയ്യോ അച്ഛ എന്നെ അനുഗ്രഹിക്കണം. വേണ്ട കടയുടെ ചെറുക്കനെ കുലിഞ്ഞതാ. പോയിട്ടോ ചിപ്സ് പൊടിയാ കൊണ്ടുവരണേ. ഒരു പാഴ്സല് വാങ്ങിക്കാൻ വരെ എന്റെ അനുഗ്രഹം വാങ്ങിച്ച് എനിക്കിനി ചത്താലും വേണ്ടൂല. ചാവണ്ട. എടാ നീ ഒരു അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ഭ്രാന്താണെന്ന് പറയും. വളംപുളി ഇവിടെ വാങ്ങിക്കുമ്പോ ഞാൻ തരാമേ സന്ദ്രി. ഇപ്പൊ തന്നെ വാങ്ങിച്ച് 10-4.5 കിലോ ആയി. എല്ലാം നീ എഴുതി വെച്ചിട്ടുണ്ടല്ലേടി. പിന്നെ സന്ദ്രി, ഇന്നെന്തെങ്കിലും നാട്ടുവാർത്ത അറിഞ്ഞായിരുന്നാ? ഓ അറിഞ്ഞേച്ചി. നമ്മളെ ശാന്തയുടെ ആങ്ങളെ ശാന്തപ്പനില്ലേ, അവന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു പെണ്ണ് ഏതോ ഒരു തലതെറിച്ചവന്റെ കൂടെ ഒളിച്ചോടിന്ന്. തന്നെ ഇപ്പൊ തൊട്ടു മുമ്പ് സംഭവം നടന്നതേ ഉള്ളൂ. പെണ്ണിന്റെ പേര് സുകന്യ. ചെറുക്കന്റെ പേര് കിട്ടിയില്ല, അന്വേഷിക്കാം. എന്നാലും ഏതെമ്പൂക്കിയാണെന്തോ ഈ കന്നന്തിരിവ് കാണിച്ച. അവനെ മാത്രം ഇതിന് പറയണ, അവളെയും പറയണം. എവറ്റാണല്ലോ പറയാനുള്ള സന്ദ്രി. എവനെയൊക്കെ ലക്ക് ലവാങ്കൂല്ലാതെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് പറയാനുള്ള. നല്ല ചൂരല് വാങ്ങിച്ച് രണ്ടിന്റെ ചന്തി പുളക്ക അടിച്ചുവിട്ട് കൊടുക്കണം. ചൂരല് പോരാ, തിരണ്ടിവാല് കിട്ടും. അക്കാര്യത്തിൽ നിങ്ങളെ മക്കളെ പറ്റി പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ഭാഗ്യം ചെയ്ത തള്ളയാണ്. അങ്ങനെയൊന്നുമില്ല സന്ദ്രി, വളർത്തു ദോഷം അല്ല വളർത്തു ഗുണം. പ്രത്യേകിച്ച് നിങ്ങളെ ഇളയ മോൻ, അവനെന്റെ സോറ് കിട്ടിയേക്കണം. അത് കാണാനും ഉണ്ട്. അല്ല കാണാനുണ്ടെന്ന്. എന്റെ പൊന്നു സുഖം മനോഹരനെ കരച്ചിൽ കണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ. ഈ കരച്ചിൽ കാരണക്കാരനായ കൊച്ചിനെ അടിച്ചോണ്ട് പോയവനില്ലേ, അവനൊരു കുടുംബം മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. യവനെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. യവനൊക്കെ ജന്മം കൊടുത്തവരുണ്ടല്ല അവന്റെ തന്ത. അങ്ങനെ പറഞ്ഞാ മതി. മോൻ ഈ ഗതിയാണെങ്കിൽ അവന്റെ തന്ത എന്തിനായിരിക്കും? ഭൂലോക ഫ്രോഡായിരിക്കൂലേ. എന്ത് പറയാനാണിത്? എടാ സുഖം, ഞാൻ കൂടെ വിളിക്കാം കേട്ടാ. വൈകുന്നേരം ഞാൻ രക്ഷോട്ട് ഇറങ്ങാം അന്തിച്ചർച്ച നടത്താനേ. നീ അവന്റെ തന്തയെ കണ്ടുപിടിക്കട്ടെ, അവന്റെ രണ്ടിനും കൊടുക്കാണ്ട് എനിക്ക്. ശരി. ഈ സമയത്ത് ആരാ? എന്ത് വേണം? മോളെ പേരെന്താ? എന്റെ പേര് സുകന്യ. സുകന്യ? ഈ പേര് ഞാൻ എവിടെയോ. മോൾ എന്തിനാ വന്നാ? ഒറ്റയ്ക്കേ ഉള്ളുവാ? ഒറ്റക്കല്ല അച്ഛാ, ഞാനും ഉണ്ട്. അതാര്? എന്റെ ഇളയ മകന്റെ അതേ ചായ. എടാ നീ തന്നെ. എടാ എന്താ ഈ പെണ്ണിലൂടെ നീ കൊറിയർ എടുക്കാൻ പോയില്ലേ? ഇത് തന്നെ അച്ഛാ, കൊറിയർ. അപ്പൊ ഈ കൊച്ചാണല്ലേ ആ കൊച്ച്? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. ഇതായിരുന്നല്ലേ നിന്റെ UK വന്ന ചിച്ചു അലുവേ? ചിച്ചു മലുവൊക്കെ ബാഗിലുണ്ടെങ്കിൽ ഞാൻ തരാം. അല്ലേ ഡാർലിംഗ്? അവള് തരും, തനിശീലാണ്. എന്താ സുഖു? ചേട്ടാ, അവന്റെ അച്ഛനെ തന്നില്ല കഴിവരുടെ പേര് കിട്ടി. എന്താ നിങ്ങൾ അതേ പേര് തന്നെ, രഘു. പിന്നെ ശരിയടാ, വൈകുന്നേരം അന്തിച്ചർച്ചയ്ക്ക് ഞാൻ ചിലപ്പോഴേ കാണുവേ. യുവർ ഡാഡി സോസം. അതെ, ആ പെണ്ണോട്ട് വിളിച്ചോടിയില്ലേ നമ്മളെ എല്ലോട് കൊണ്ടുവന്നേന്ന്. ആണാ? അവര് തന്നെ ദാ നിക്കണ. എവിടെ? നമസ്കാരം. അമ്മ നമ്മൾ അനുഗ്രഹിക്കണം. യെസ് ആന്റി ബ്ലെസ്സിംഗ് പ്ലീസ്. അനുഗ്രഹിച്ചു തരാടാ. ചേച്ചി, ആ തലവെറിച്ചവന്റെ പേര് കിട്ടി, ചിത്തു. തന്നെ സന്ദ്രി, നീ ഒന്ന് വലത്തോട്ട് നോക്കിക്കാണ്. മക്കളെ നീയാ? ഈ വാർത്ത ചൂടാറും മുമ്പ് ഏരിയയിൽ ഫ്ലാഷ് ആക്കണം. ചേച്ചി, ഞാൻ തിരണ്ടി വള്ളി വാങ്ങിച്ചിട്ട് വരാമേ. அச்சா ஏன் மண்டில பாட்டு ஓட்டிக்கிட்டே இருக்க, என்ன பண்ண வேண்டாம்? நீ ஒன்னும் பண்ண வேண்டா, உங்களுடைய தம்பி எல்லாம் பண்ணி வச்சிருக்கேன், கொஞ்சம் அங்கே பார். അയ്യോ, ദാ വേറൊരു അങ്കിൾ. ഹായ് അങ്കിൾ. അച്ഛാ, ഇനി ഒന്നും നോക്കണ്ടേ, വലത് കാലി വെച്ച് കേറിക്കോ. വലത് ഏതാണ്? യുവർ റൈറ്റ് ലെഗ്. ഓക്കേ.
അമ്മേ സാവിത്രി എന്തൊക്കെയോ വലുത് വരാൻ പോകുന്നു. ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.